നരച്ചുമുടി ഉണ്ടെങ്കിലും ആരും വിഷമിക്കേണ്ട കാര്യമില്ല, ടെൻഷൻ അടിക്കേണ്ട. ഇങ്ങനൊന്ന് ചെയ്തു നോക്കൂ. മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ മുടി കട്ടക്കറുപ്പാക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു സൂത്രം കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നരച്ചുമുടി കറുക്കാൻ കെമിക്കൽ വേണ്ട, ഇങ്ങനെയൊന്ന് മാത്രം ചെയ്താൽ നമ്മുടെ അടുക്കളയിലുള്ള ഒരു സൂത്രം മാത്രം മതി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ഇവിടെ കുറച്ച് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട കഴുകുമ്പോൾ ചുമ്മാ പച്ചവെള്ളത്തിൽ കഴുകിയിട്ടല്ലേ നമ്മൾ അടുപ്പത്ത് വെച്ച് പുഴുങ്ങി എടുക്കാറുള്ളത്. എന്നാൽ ഇങ്ങനെ ചെയ്യാതെ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഏറെ വെള്ളം എടുക്കുക. നമുക്ക് ആവശ്യമുള്ള മുട്ട അതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1-2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് ഒരു 10-15 മിനിറ്റ് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നേരത്തെ ചെയ്ത് വെച്ചാലും മതി. നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. അല്ലെങ്കിൽ 2 മിനിറ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്ത ശേഷം മുട്ട പുഴുങ്ങി ഉപയോഗിക്കും. ആ മുട്ടയിലുള്ള അണുക്കൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോകുന്നതായിരിക്കും, അടുക്കുകളൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്യണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മളിപ്പം അപ്പത്തിനാണ് ഇവിടെ മാവ് അരച്ച് വെച്ചിരിക്കുന്നത്. ഈ മാവ് അരച്ച് വെക്കുമ്പോഴത്തേക്കും ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നുമില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പൊളിപ്പിച്ചെടുക്കാവുന്നതാണ് ഒരു ചെറു നാരങ്ങ. ഈ ഒരു നാരങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തവി കൊണ്ടൊന്നും എടുക്കേണ്ട. നിങ്ങൾക്ക് കൈകൊണ്ട് മാവിൽ ഇളക്കാൻ ഇഷ്ടമല്ലാത്തവർ നമ്മൾ ചപ്പാത്തി കോലുണ്ടല്ലോ അത് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ല തടിത്തവി വെച്ച് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മൂടി വെക്കുക. പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ രാത്രിയിലാണ് ചെയ്ത് വെച്ചത്. പിറ്റേ ദിവസം രാവിലെ നോക്കിക്കേ നല്ല അടിപൊളിയായിട്ട് സോപ്പ് പോലെ മാവ് നല്ലപോലെ പുളിച്ച് പൊങ്ങി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ആദ്യം അതിലിട്ടിരിക്കുന്ന നമ്മുടെ നാരങ്ങ എടുത്ത് മാറ്റാം. നാരങ്ങയിട്ട് യാതൊരു പ്രശ്നവും ഇല്ല. നാരങ്ങ നമുക്ക് കളയുകയും വേണ്ട. അതൊന്ന് കഴുകിയെടുത്താൽ നമുക്ക് നാരങ്ങ വെള്ളം എടുക്കും പിഴിയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ. ഇതിൻ്റെ ഒത്തിരി വീഡിയോസുകൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാം, ദോശ ഇഡ്ഡലി എല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോസ് എല്ലാം എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി സവോള വെച്ച് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ അപ്പമൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്ത് കാണിക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ആദ്യം ഒരു ഇരുമ്പ് ചട്ടിയാണ് 2 പാത്രം വെച്ചിട്ടുണ്ട്. ഒരു പാനും ഒരു ഇരുമ്പ് ചട്ടിയും വെച്ചിട്ടുണ്ട്. വെള്ളയപ്പം ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ദോശയുടെ രീതിയിലും നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാം. 2 രീതിയിലുമാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുക. ആദ്യമേ നമുക്ക് ദോശ ഈ പാനിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു നല്ലപോലെ ഹോള് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ലപോലെ പെട്ടെന്ന് അടിപൊളിയായിട്ട് കണ്ടില്ലേ, ഒരുപാട് ഹോൾസോട് കൂടി അപ്പം ഇവിടെ റെഡി ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ പാലപ്പച്ചട്ടിയിലും കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കുറേ നേരം തുറന്ന് വെക്കരുത്, ഒന്ന് മൂടി വെച്ചിട്ട് വേണം നമുക്കിത് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ പാലപ്പച്ചട്ടിക്കകത്തോട്ട് ഇരുമ്പ് ചട്ടിയാണ് ഇവിടെ എടുത്തേക്ക്. ഇരുമ്പ് ചട്ടിയിൽ അപ്പം ഉണ്ടാക്കി എടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അല്ലാതെ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിനെക്കാട്ടും നല്ലത് തന്നെ നമ്മൾ ഇരുമ്പ് ചട്ടി തന്നെയാണ്. അപ്പം പാലപ്പച്ചട്ടിയിൽ കുറച്ച് മാവടിച്ച് കൊടുത്തിട്ട് കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് അപ്പം ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇറച്ചിക്കറിയുടെ കൂടെ അതുപോലെ കടലക്കറി ഏത് കറി ഇതിന് നല്ല ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. പാലപ്പവും അതുപോലെ തന്നെ ദോശ പോലെ അപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മൾ സാധാരണ മുട്ട ബജിയൊക്കെ ഉണ്ടാക്കുന്ന വീടുകളിൽ ഇതുപോലെ ആയിരിക്കും മുട്ട കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ മുട്ട കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഈ മഞ്ഞ കുരു ഉണ്ടല്ലോ, ഈ കുരുവിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും നമ്മുടെ വീട്ടിലുള്ള ഗരം മസാല കുറച്ച് വെച്ച് കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് തൂകി ഇടുവാണെങ്കിൽ ഈ മുട്ട ബജിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഗരം മസാല ഇല്ലവർ നമ്മുടെ വീട്ടിലെ പെരുംജീരകത്തിൻ്റെ പൊടിയാണെങ്കിലും നിങ്ങളൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെയാണ് ഈ നമ്മുടെ മഞ്ഞ കുരുവിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്നിട്ട് നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തേച്ച് അത് പിടിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ മുട്ട ബജിക്കിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലമാവിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിൽ മുക്കി മുട്ട ബജി ഉണ്ടാക്കുവാണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാം നല്ല മസാലയുടെ ഒരു ടേസ്റ്റ് വരും. മുട്ട ബജി സൂപ്പർ ആയിരിക്കും കേട്ടോ. അപ്പോൾ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ മുട്ട ബജി പൊടിക്കുന്ന ഒന്നും കാണിക്കുന്നില്ല, അതെല്ലാവർക്കും അറിയാമായിരിക്കും. ഇങ്ങനെ നിങ്ങൾ മാവിൽ മുക്കി പൊടിക്കുവാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പം നോമ്പൊക്കെ അല്ലേ, നോമ്പിലൊക്കെ രാവിലെ ഇരുന്ന് ഭയങ്കരമായിട്ട് ക്ഷീണമായിരിക്കും നമുക്കല്ലേ. നോയമ്പ് സമയത്ത് നോയമ്പ് തുറക്കാൻ നേരത്ത് നമ്മൾ ഒരുപാട് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചാൽ എങ്ങനെ ഇരിക്കും. ഇപ്പോഴത്തെ ചൂടും കൂടെ ആകുമ്പോഴത്തേക്കും ശരീരത്തിന് നല്ലൊരു ആരോഗ്യം, നല്ലൊരു തണുപ്പ്, ഒരു കുളിർമയൊക്കെ കിട്ടും ഇങ്ങനെ ഈ ജ്യൂസ് അടിച്ച് കുടിക്കുവാണെങ്കിൽ കേട്ടോ. നമ്മൾ മുന്തിരി ജ്യൂസ് പലരും പല രീതിയിൽ അടിച്ച് കുടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആരെങ്കിലും ഒന്ന് അടിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടില്ലേ, ഞാൻ മുന്തിരിയൊക്കെ നല്ലപോലെ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നല്ലപോലെ കഴുകി എടുത്തതിന് ശേഷമാണ് മുന്തിരി മിക്സിയുടെ ജാറയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക്
ഒരു കഷ്ണം ഇഞ്ചി. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി. നിങ്ങളിത് കണ്ടിട്ട് ഉടൻ തന്നെ പോയി ചെയ്ത് വെച്ചോളൂ. നമുക്ക് ഇത് നോയമ്പ് തുറക്കാൻ സമയമാകുമ്പോൾ റെഡിയാക്കിയാൽ മതി. ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് മുന്തിരി ഇവിടെ ഉള്ളത് കാരണം ഒരു പച്ചമുളകിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. നല്ല ഇച്ചിരി കൂടെ എരിവ് വേണ്ടവർക്ക് ഒരു പച്ചമുളക് എടുത്താൽ മതി. ഒരുപാട് പച്ചമുളകൊന്നും ഇടരുത്. ഇപ്പോൾ എനിക്ക് അത്ര എരിവ് വേണ്ട, എന്നാലും ഒരു ടേസ്റ്റിനായിട്ട് അരമുറി പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു നാരങ്ങ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മൂന്നും കൂടെ നമ്മുടെ ഈ മുന്തിരിയും കൂടെ ചേർത്ത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം. അതിന് മുമ്പ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുക്കണേ. ഒരു സ്പൂൺ തേനും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. പഞ്ചസാരയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ഇത് അരച്ചെടുക്കാനായിട്ട്. നല്ലപോലെ അരച്ചെടുത്തിട്ട് അരിച്ചിതെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഞാൻ പഞ്ചസാരയൊക്കെ റെഡിയാക്കി. അപ്പോൾ ഈ ഒരു തവിക്ക്, കുടുംബം തവിയാണ്, ആ തവിക്ക് 2 തവി പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് ജ്യൂസ് അടിക്കുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ജ്യൂസ് മിക്സി ജാറിൽ നിന്ന് തെറിച്ച് താഴെ പോവും. അപ്പം ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ വേണം നമ്മൾ ഇത്. നമ്മുടെ മുന്തിരിയിൽ ആവശ്യത്തിന് വെള്ളം ഉള്ളത് കാരണം ഒരു തുള്ളി വെള്ളം ഒഴിക്കരുത്. അതിന് ശേഷം നല്ല ഫൈനായിട്ട് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുക. ഇച്ചിരി മധുരം കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് വേറെ വെള്ളം കൂടെ ചേർക്കേണ്ടതുണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചുകൊണ്ടെടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് അരിഞ്ഞും കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഞാനിവിടെ അരിച്ചു എടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ. ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. നമ്മൾ നോയമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ ചെയ്ത് കുടിക്കണം. ശരീരത്തിന് നല്ലൊരു സുഖമായിരിക്കും, നല്ലൊരു തണുപ്പും നല്ലൊരു സുഖവും ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കണം. ഈ ജ്യൂസ് ഇങ്ങനെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട്. അറിയാത്തവർ ഉണ്ടെങ്കിൽ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കൂ. ഇപ്പോൾ നോയമ്പൊക്കെ എല്ലാവരും ഇങ്ങനൊന്ന് ചെയ്ത് ഒന്ന് വെക്കുവാണെങ്കിൽ കുട്ടികൾക്ക് വരെ വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇപ്പം നമുക്കുണ്ടാകുന്ന അകാല നര, ഈ നരയൊക്കെ വല്ലാത്ത പ്രശ്നമാകുന്നവർക്ക്, നരയ്ക്കുന്ന മുടി ഇഷ്ടമല്ലാത്ത, നരച്ച മുടിയൊന്നും അല്ലാത്ത ആൾക്കാർ ഒത്തിരി പേര് കാണുമല്ലോ. അപ്പോൾ ഇഷ്ടമുള്ളവരൊന്നും നരച്ച മുടിയോട് ഇഷ്ടമുള്ളവരൊന്നും ചെയ്യണ്ട. ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും സൂപ്പർ കിടക്കാറ്റ് സൂത്രമാണ് കേട്ടോ നമ്മുടെ ചെറുപയർ. ഈ ചെറുപയറും കൂടെ എങ്ങനെ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാമെന്ന് പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചെറുപയർ നല്ല അടുപ്പത്ത് വെച്ച് കരിച്ച് എടുത്തിട്ട് പൊടിച്ചിട്ടെടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. ഇതേ രീതിയിൽ വെറുതെ ഒന്ന് കഴുകി ഉണക്കിയെടുത്തതിന് ശേഷം ഒന്ന് വെറുതെ പൊടിച്ചെടുക്കണം. ഈ ഒരു പൊടിയാണ് ഇവിടെ എടുക്കുന്നത്. അതിൽ നിന്ന് 1/2 ടീസ്പൂൺ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം എടുക്കുക കേട്ടോ. ഒരുപാടൊന്നും എടുക്കണം. നിങ്ങളുടെ മുടി നരച്ച മുടി എന്തോരം ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ മാത്രമാണ് എടുക്കുന്നത്. ബാക്കി എടുത്തൊരു ബൗളിലേക്ക് മാറ്റി വെച്ച് നമുക്ക് പിന്നെ നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ ചെറുപയർ പൊടി നല്ലതാണ്. അതുപോലെ സോപ്പൊക്കെ അലർജിയുള്ള ആൾക്കാർ ചെറുപയറൊക്കെ പൊടിച്ചിട്ടൊക്കെയാണ് തേച്ച് കുളിക്കാറുള്ളത്. അപ്പോൾ അതെല്ലാവർക്കും അറിയാമായിരിക്കും. പിന്നെ അതിൽ നിന്ന് 1 സ്പൂൺ മാത്രമാണ് ഇവിടെ എടുക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ 1 സ്പൂൺ പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ കോഫി പൗഡറാണ് കേട്ടോ. ഈ കോഫി പൗഡറോട് ചേർത്താൽ മാത്രമേ നമ്മുടെ മുടി നല്ലപോലെ കട്ടക്കറുപ്പാകാൻ സഹായിക്കത്തുള്ളൂ. അതുമാത്രമല്ല, നമ്മൾ ഇതുണ്ടല്ലോ, നമ്മുടെ ചെറുപയറിൻ്റെ പൊടിയുണ്ടല്ലോ, നമ്മുടെ മുടി നല്ല സിൽക്കി ആക്കാനും താരം പോകാനും മുടി ആർത്ത് കിളുക്കാനും തലയിൽ നല്ല ഈർപ്പ് നിലനിൽക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ചെറുപയറിൻ്റെ പൊടിയെ. ഇതിപ്പോൾ രണ്ടും കൂടെ ഒരു ബൗളിലേക്ക് എടുത്തതിന് ശേഷം ഇവിടെ ഞാൻ 2 ടീസ്പൂൺ തേയിലപ്പൊടിയിൽ 1 ഗ്ലാസ് വെള്ളം കൂടി വെച്ച് തിളപ്പിച്ച് നല്ല കടുപ്പമാക്കി എടുത്തതാണ് അതേ നമ്മുടെ തേയില വെള്ളം. ഈ തേയില വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടില്ലേ, ഇതേ രീതിയിൽ വേണം നമുക്ക് അതിൻ്റെ വെള്ളം എടുക്കാനായിട്ട് കേട്ടോ. തേയില വെള്ളം എടുക്കാനായിട്ട്, അല്ലാതെ ചെറുതായിട്ടൊന്നും ഈ ലൂസ് ഇതാക്കി എടുക്കരുത്. ചെറിയ കടുപ്പം കുറച്ചെടുത്താലേ നമ്മുടെ മുടിയിൽ കളർ പിടിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു കളറായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ 15 മിനിറ്റ് അടച്ച് വെക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരുമ്പ് ചട്ടിയിലേക്ക് മാറ്റി വെക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇത് റെഗുലറായിട്ട് നമ്മൾ തലയിലേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നാച്ചുറലായിട്ട് നമ്മുടെ മുടി, നരച്ച മുടി ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോഴത്തേക്ക് യാതൊരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നുമില്ല ഇത് തേക്കുന്ന. അല്ലെങ്കിൽ അങ്ങനെ അലർജി എന്തെങ്കിലും ആളുള്ളവരാണ്, അലർജി ഒന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നമ്മുടെ തലയിലെ കയ്യിലോ ഒക്കെ ഒന്ന് തേച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം തലയിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇരുമ്പ് ചട്ടിയിലേക്ക് മാറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമുക്കിത് ചെയ്യേണ്ടത് ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് വേണം ഇത് ഉപയോഗിക്കാം. ബാക്കി വന്ന നമ്മുടെ തേയില വെള്ളം ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഇത് കണ്ടില്ല, നല്ലൊരു ഇപ്പോഴത്തെ ഈ ഒരു കളറല്ലേ, നമ്മൾ ഇരുമ്പ് ചട്ടിയിലാക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളറിലേക്ക് ഇത് വരാൻ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇരുമ്പ് ചട്ടി വെച്ചിട്ട് നമ്മൾ
ഒത്തിരി നേരമൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അത് 10-15 മിനിറ്റ് മാത്രം വെച്ചതിന് ശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്യുക. കുളിക്കുന്നതിന് മുമ്പ് തലയിലേക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ല കട്ടക്കറുപ്പാക്കി കിട്ടും. ഇപ്പോൾ എൻ്റെ മകളുടെ തലയിലാണ് ഇത് അപ്ലൈ ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, നല്ല പോലെ തന്നെ നരച്ച മുടി ഉണ്ടായിരുന്നു. അതായത് നല്ല കട്ടിയുള്ള മുടിയാണ് ഈ കുട്ടിയുടേത്. അപ്പോഴത്തേക്കും പിന്നെ ആ മുടിയിലേക്ക് കുറച്ച് ദിവസം അടുപ്പിച്ച് പറ്റിയപ്പോൾ നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചിലർക്ക് സ്പഞ്ച് പോലത്തെ മുടിയുള്ളവർക്ക് പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ചില കട്ടിയുള്ള മുടികൾക്ക് ചില ഹെയറിനൊക്കെ ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ എൻ്റെ കുട്ടിയുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ അരിച്ചിട്ട് വേണം ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.